5th സ്റ്റാൻഡേർഡിലെ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ടു ഡിവൈഡ് 9 liters ഓഫ് മിൽക്ക് എമംഗ് 4 ചിൽഡ്രൻ. ഹൗ ടു ഡിവൈഡ് 9 liters ഓഫ് മിൽക്ക് എമംഗ് 4 ചിൽഡ്രൻ. 9 ലിറ്റർ പാലുണ്ട്, അത് നമുക്ക് 4 ചിൽഡ്രന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഗിവൺ 1 liter ടു ഈച്ച്. നമ്മൾ ഓരോ ലിറ്റർ 4 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 liter വുഡ് ബി ലെഫ്റ്റ്. 5 liter ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ടോട്ടൽ 9 liter. വി വാണ്ട് ടു ഡിവൈഡ് 4 ചിൽഡ്രൻ. ഫസ്റ്റ് ഗിവൺ 1 liter ടു ഈച്ച്. എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 liter കഴിയും. 5 liter വുഡ് ബി ലെഫ്റ്റ്. അഗെയിൻ ഗിവൺ 1 liter ടു ഈച്ച്. പിന്നെ ബാലൻസ് 5 ഉള്ളതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു, ഓരോ ലിറ്റർ കൊടുത്തു. 4 പേരുണ്ട്, ഓരോന്ന് കൊടുത്തപ്പോൾ ബാലൻസ് 1 liter ഈസ് ലെഫ്റ്റ്. 1 liter ഡിവൈഡിങ് ഇൻ ടു 4 ഈച്ച് ഗെറ്റ് 1/4 liter. Therefore 2 full liter and 1/4 liters. Therefore each get 2 and 1/4 liter. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടെ 9 liter ആണ് ടോട്ടലായിട്ട് ഉണ്ടായത്. 2 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലേ. നമ്മൾ 9 liter ഓഫ് മിൽക്ക് എമംഗ് 4 ചിൽഡ്രനിൽ 2 liter കംപ്ലീറ്റ് കിട്ടി ഒരു കുട്ടിക്ക്. പിന്നെ 1 liter ബാലൻസ് ഉണ്ടായിരുന്നു. 1 liter ബാലൻസ് ഉള്ളത് വീണ്ടും എന്ത് ചെയ്തു, അത് 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ ഈച്ച് ഗെറ്റ് 2 and 1/4 liters. A 20 meter long wire is cut into 3 pieces of equal length. What is the length of a piece? Total length of wire 20 meter. Length of a piece 20 divided by 3. We want to divide it by 3. 20 divided by 3. 6 3s are 18. 2 balance. For first write quotient. Quotient write and this 2/3 write in fraction. നമ്മൾ ഇതുപോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ഹോൾ നമ്പർ റൈറ്റ്. ഹോൾ നമ്പർ മീൻസ് കോഷ്യൻ്റ് റൈറ്റ്. 6 ഫുൾ ആൻഡ് 2/3. ആദ്യം മുകളിലത്തെ നമ്പർ എഴുതുക, എന്നിട്ട് ഇവിടെയുള്ള നമ്പർ 2/3 meters. ഓക്കെ. ഇഫ് എ റിബൺ 8 meter long divided equally among 5, how many meters would each get? Can you say this in meters and centimeter? Total ribbon 8 meter. 8 meter means 80 centimeter. Number of person is 5. We want to divide equally among 5. അത് കുട്ടികളാണോ വലിയ ആളാണോ എന്നൊക്കെ പറയുന്നില്ല, അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്പർ ഓഫ് പേഴ്സൺസ് എഴുതിയത്. നമ്പർ ഓഫ് പേഴ്സൺ ഈക്വൽ ടു 5. ഈച്ച് ഗെറ്റ് 8 divided by 5. 8 divided by 5 means 8 divided by 5 1 time 5 3 balance. Therefore 1 whole 1 3/5. ഫസ്റ്റ് കോഷ്യൻ്റ് ആണ് എഴുതുക. 1 3/5 meters. അത് മീറ്ററിലാണ്. 1 3/5 in meters. 1 3/5 in meters. ഇനി നമുക്ക് ഇതിനെ സെൻറ്റിമീറ്റർ ആയിട്ട് മാറ്റണം. സെൻറ്റിമീറ്റർ ആയിട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചേഞ്ച് ചെയ്തിട്ട് 8 മീറ്ററിന് പകരം 800 divided by 5. 800 divided by 5, that time 8 1 time 3 balance here 3, then this 0 right here 30 36 5s are 30. പിന്നെ ഇവിടെ എന്താണ് 0 ആണ് ഉള്ളത്, പിന്നെ ഇവിടെ 0 ബാലൻസ് ഉള്ളതുകൊണ്ട് 160. കോഷ്യൻ്റ് ഈസ് 160. റിമൈൻഡർ 0 ആണ്, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറ്റും. പക്ഷെ നമുക്കറിയാം ഇവിടെ 160 ആണ്. 160 സെൻറ്റിമീറ്റർ മീൻസ് 1 meter 60 centimeter. 1 meter എന്ന് പറയുന്നത് 100 centimeter ആണ്. സോ 160 മീൻസ് 1 meter 60 centimeter. 1 meter 60 centimeter. Total length of ribbon 8. 8 divided into 5. 8 divided into 5, then 1 3/5 meters. ഇത് മീറ്ററിലാണ്. ഇത് നമ്മുടെ മീറ്ററിലും സെൻറ്റിമീറ്ററിലും ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് 1 meter 60 centimeter. നമ്മൾ ഈ 1 3/5 എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 1 meter 60 centimeter വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. സോ മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ഓക്കെ, ഹിയർ അവർ ക്വസ്റ്റ്യൻ സേ ദിസ് ഇൻ മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ഇത് മീറ്ററിലും സെൻറ്റിമീറ്ററിലും ആയിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. 15 liters of kerosene is used to fill 4 bottles of the same size. How many liters does each bottle contain? Can you say it in liters and milliliters? 15 liter kerosene ഉണ്ട്, മണ്ണെണ്ണ. അതെന്ത് ചെയ്യണം, 4 ബോട്ടിലിൽ ഫില്ല് ചെയ്യണം. ടോട്ടൽ 15 liter ഉണ്ട്, അത് 4 ബോട്ടിലിൽ ഫില്ല് ചെയ്യണം. സെയിം സൈസാണ് ബോട്ടിൽ. ഹൗ മെനി ലിറ്റേഴ്സ് ഡസ് ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലും എത്ര ഒഴിക്കാൻ പറ്റും, എല്ലാ ബോട്ടിലും ഒരുപോലെ ഫില്ല് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടിൽ എത്രയാണ് പറ്റുക? ക്യാൻ യു സേ ഇറ്റ് ഇൻ ലിറ്റേഴ്സ് ആൻഡ് മില്ലി ലിറ്റേഴ്സ്? ടോട്ടൽ കെറോസിൻ 15 liter, ദാറ്റ്സ് ഈക്വൽ ടു 15,000. നമുക്കറിയാം ലിറ്ററിന് മില്ലി ലിറ്റർ ആക്കുമ്പോൾ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ
കിലോഗ്രാമും ഗ്രാമും 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് ബോട്ടിൽസ് 4. ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻ 15 ഡിവൈഡ് ബൈ 4. ഫസ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഹൗ മെനി ലിറ്റേഴ്സ്. നമുക്ക് ആൻസർ ലിറ്റേഴ്സിൽ മാത്രം വേണം. സോ ഫസ്റ്റ് 15 ഡിവൈഡ് ബൈ 4. 15 ലിറ്റർ ഡിവൈഡ് ബൈ 4. 15, 4, 3 times 3 4s are 12. Balance 3. First write this quotient 3. 3, 3 by 4. 3, 3 by 4. First write quotient 3. 3, 3 by 4. ഇത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതും. ഫസ്റ്റ് ഇത് മുഴുവൻ വിലിങ്ങനെ എഴുതും. കുറച്ച് 3 by 4 കുറച്ച് ചെറുതായിട്ട് എഴുതും. 3, 3 by 4 ലിറ്റർ. We want to write in liter and milliliter. 15,000 divided by 4. 15,000, 15, 4, 3 times 12, 3, 30, 7 4s are 28, then to balance 20, 20, 5 4s are 20, ഇവിടെ പിന്നെ ഒരു 0 ബാലൻസ് ഉണ്ടാവും. സോ 3,750. 3,000 means 3 liter 750 ml. 3,000 വരുമ്പോഴും നമ്മളത് ലിറ്ററിലാണ് ഉണ്ടാവുക. പിന്നെ ബാലൻസിൽ 750 ml. 30 kilogram of sugar is divided equally among 8 people. How many kilogram does each get? Say in kilogram and gram. Sugar, total sugar is 30 kilogram, 30,000 gram. Number of people 8. First we want to write in kilograms. Kilograms le maatra ezhumbol 30 divided by 8. We divide 30 by 8. 30 by 8, 3 8s are 24, 6 balance, therefore 3 6 by 8. First whole number 3 6 by 8. 3 6 by 8. 6 by 8 even number ആയതുകൊണ്ട് അതിനെ 3 by 4 എന്ന് എഴുതാം. 3 by 4 കിലോഗ്രാം മീൻസ് 3/4 അല്ലേ, 750 ഗ്രാമിനാണ്. നമുക്കറിയാം 1 kilo means 1000, 1 kilo 1000, 1 kilo 1000, 1 kilo 1000. 1 kilo equal to 1000 gram, half kilogram equal to 500 gram, 3 by 4, 3 by 4 kilogram means 750 gram, 1 by 4 kilogram equal to കാ കിലോ എന്ന് പറയും അല്ലേ, 250 gram, കാ കിലോ, മുക്കാൽ കിലോ, അര കിലോ, 1 കിലോ. അതാണ് നമ്മുടെ 1 kg 1000 gram, half kg 500 gram, 3 by 4 kilogram 750 gram, 1 by 4 kilogram 250 gram. Okay, here 3 by 4 kilogram, 3 kilogram, 3 by 4 means 750 gram, 3 by 4 means 750 gram. Here fractions and divisions, 3 by 2, 3 by 2, 3 divided by 2 one time, then whole number, quotient is 1, then 1 by 2, first write quotient, then 1 by 2, 5 by 2, 5 by 2, 5 by 2 divide 5 by 2, 2 2s are 4, 1 balance, first write quotient 2, 2 1 by 2, ഫസ്റ്റ് മുകളിലേത്തതാണ് എഴുതുക, ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന മുകളിലേത്ത നമ്പർ 2, 1 by 2. നെക്സ്റ്റ് 9 by 4, 9 by 4, 9 by 4, 2 4s are 8, 1 balance, ഫസ്റ്റ് റൈറ്റ് quotient 2, 1 by 4, 2 1 by 4. 7 by 2, 7 by 2, 3 2s are 6, 1 balance, 3 1 by 2. ഫസ്റ്റ് എല്ലായ്പ്പോഴും ഫസ്റ്റ് quotient ആണ് എഴുതുക, 3 1 by 2. 10 by 3, 10 by 3, 10 by 3, 3 3s are 9, 1 balance, first 3, quotient 3, 1 by 3, 3 1 by 3. 7 by 3, 7 by 3, 7 divided by 3, 2 3s are 6, 1 balance, 2 3s are 6, 1 balance, 2 1 by 3, 2 right first, 2 1 by 3, 2 1 by 3, first write quotient 2 1 by 3, 2 1 by 3. 12 by 5, 12 by 5, 12 by 5, 5 2s are 10, 2 balance, first write quotient 2, 2 2 by 5, first write quotient 2, 2 by 5, 2 2 by 5, quotient ആണ് എല്ലായ്പ്പോഴും ഫസ്റ്റ് എഴുതേണ്ടത്, മറ്റുള്ള റിമൈൻഡർ ബൈ ഡിവൈസർ. Write each number below in the form of a natural number and a fraction. 7 by 2, 7 by 2, 17 by 2, 17 by 2, 17, 2, 2 8s are 16, 1 balance, first write quotient 8, 1 by 2, 8 1 by 2, 1 by 2 fraction ആയിട്ട് എഴുതുക, 8 full ആയിട്ട് എഴുതുക. 17 by 3, 17 by 3, 17 by 3, 17, 3 5s are 15, 2 balance, 5 2 by 3, first quotient right, 5 2 by 3.
17 by 4, 17 by 4, 17 by 4, 4 fours are 16, 1 balance. 4, 1 by 4. First quotient, right? 4, 1 by 4. 17 by 5, 17 by 5, 17 by 5, 5 3s are 15, 5 3s are 15, 3 balance, sorry, 2 balance. First write quotient, 3, 2 by 5, 3, 2 by 5. 17 by 6, 17 by 6, 17, 6 2s are 12, 6 2s are 12, 5 balance. First quotient write, 2, 5 by 6, 2, 5 by 6. 16 by 6, 16 divided by 6, 6 2s are 12, 4 balance. First write quotient 2, 2, 4 by 6. 2, 4 by 6, 4 by 6, both are even number. So take the half, 2 by 3. 2, 2 by 3. 19 by 2, 19 by 2, 2 9s are 18. 9 is quotient. The 9 ആണ് അറിയാതെ 8 എഴുതി പോയി. 2 9s are 18. 1 balance. 9, 1 by 2. 9. Quotient 9, 1 by 2. Here there are so many questions. 15 by 4, 15 by 4, 15 by 4. 4 3s are 12, 3 balance. First write quotient 3, 3, 3 by 4. First there 3, 3 by 4. 15 by 6, 15 divided by 6, 6 2s are 12, 3 balance. Then 2, 3 by 6, 2, 3 by 6, 2 എഴുതിയിട്ട് 3 by 6, 3 by 6 both are ഡബിൾ ആണത് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്പറിൻ്റെ ന്യൂമറേറ്റർ ഡബിൾ ഈസ് ഡിനോമിനേറ്റർ, സോ ടേക്ക് ദ ഹാഫ്. അതിൻ്റെ പകുതിയായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ അത് ഹാഫായിട്ട് എടുക്കാം. 3 and 6 are multiples of 3, so 1 by 2. നമുക്കതിന് 3 by 6ന് 1 by 2 നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ടൈമിൽ. ഒരു നമ്പറിൻ്റെ നേരെ ഡബിൾ ആണ് താഴെ വരുന്നതെങ്കിൽ അത് നമുക്ക് ഹാഫായിട്ട് എഴുതാം. 18 by 4 equal to 18 by 4, 18 by 4, 4 4s are 16, 2 balance. 4 2 by 4, 4 2 by 4, 2 by 4 take 1 by 2. 20 by 3, 20 by 3, 20 by 3, 3 6 are 18, 2 balance. 6 2 by 3. 25 by 4, 25 divided by 4, 4 6 are 24, 1 balance. 6 1 by 4, 6 1 by 4. 23 by 4, 23 by 4, 23 by 4, 4 5s are 20, 3 balance. First write quotient 5, 5 3 by 4. If 7 meters of cloth is divided equally among 4 persons, how many meters of cloth would each get? If 7 meters of cloth is divided equally among 4 persons, how many meters of cloth would each get? Total length 7 meter, number of person 4, so 7 divided by 4. 7 divided by 4, first 1 time 4, then remainder 3. First write quotient 1, 3 by 4. 1 3 by 4 meter. 1 3 by 4 meter. How many meters of cloth would each get എന്ന് പറഞ്ഞാൽ 1 3 by 4 meter. അത് നമുക്ക് ഇതിലാണെങ്കിൽ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ 3 by 4 എന്ന് പറയുമ്പോൾ 75 സെൻറ്റിമീറ്റർ ആണ്. ഹാഫ് മീറ്റർ എന്ന് പറയുമ്പോൾ 50 സെൻറ്റിമീറ്റർ ആണ്. അത് ഓർമ്മയിൽ വേണം. 7 3 by 4 meter. If 34 rupees is divided equally among 4 persons, how many rupees would each get? How do we write this in rupees and paise? Total rupees 34, number of person 4, 34 divided by 4, 8 4s are 32, 2 balance. 2 by 4 is balance. We can write 8 2 by 4. 8 2 by 4, 8 2 by 4 means 8 1 by 2. 2 by 4 take the half, 1 by 2. 8 half means 8 rupees 50 paise. Half paise means 50 paise. Half meter എന്ന് പറയുമ്പോൾ 50 meter ആണ്. 1 meter equal to 100 centimeter. 1 rupee equal to 100 paise. So 50 paise means half rupee. Half rupee. Here 8 and half rupee means 8 rupees 50 paise. 8 rupees 50 paise. Half paise means 50 paise. 1 by 4 paise means 25 paise. 3 by 4 paise means 75 paise.
Here Riyas, Rajesh and Ragesh bought 4 cakes and divided this equally among them. Ragesh took his share first, draw picture of the remaining. Then Riyas also take the share, draw picture of the remaining. അപ്പോൾ എത്ര കേക്കാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. 4 കേക്ക്സ് ആണുള്ളത്. 4 കേക്ക് ആകുമ്പോൾ നമുക്കറിയാം 1 2 3 ഫുള്ളായിട്ട് എടുക്കും. പിന്നെ ലാസ്റ്റ് 4th കേക്ക് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് അത് 3 പാർട്ടാക്കിയിട്ട് ഓരോ ആളും എടുക്കും. 4 കേക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഫുൾ ആൻഡ് 1/3 പീസ്. 1 ഫുൾ ആൻഡ് 1/3 പീസ്. സോ ടോട്ടൽ 4 കേക്ക് 1 2 3 4 കേക്ക്. ഇത് 2 പീസാണ്. ഇത് 2 പീസ് ജോയിൻ ചെയ്ത 1 കേക്കായി. 1 2 3 4 കേക്ക്. Ragesh took his piece 1 and 1/3 part. Then balance 2 and 2/3. Okay, then remaining is 2 piece and 2/3 part. Then Riyas took 1 and 1/3. Riyas piece is 1 and 1/3. This piece and here cut 1 piece take Riyas. Then balance is 1 and Riyas took this piece. 1 full and piece 1 piece of this piece and balance is 1 full and 1/3. Okay, 1/3 piece and here 2/3 and 1 piece cut into take Riyas and last remaining piece is 1 full and this piece. ഓർമ്മിക്കുക 4 കേക്കാണുള്ളത്. 4 കേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കേക്ക് 1 2 3 ഫുൾ കേക്കാണുള്ളത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് ആദ്യം റിയാസ് എടുക്കുന്നത് പറഞ്ഞതാണ്. 1 full and 1/3. Then 2/3 balance 2 full. Then Riyas took 1 full and 1/3 piece. Then last balance remaining piece is 1 full and 1/3 piece. 1 full and 1/3. ഇത് ഞാൻ പെൻസിലോണ്ട് വരുന്നതാണ് തെളിയാത്തത്. ആ പീസ് ഒന്ന് ഓർമ്മിക്കുക. 1 full and 1/3 piece. 1 full and 1/3 piece. Okay, next in the table below each number in the second column. അത് നമ്മൾ മാച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സെക്കൻഡ് ഓർഡറിലല്ല, ഞാനിപ്പോൾ ഇവിടെ ഓർഡറിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്ത് വേണം, അത് നിങ്ങൾ മാച്ച് ചെയ്യേണ്ട കോളം അത് ശ്രദ്ധിക്കുക, മാച്ച് ചെയ്യുക. എന്നിട്ട് 6/8. 6/8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6/8 ടേക്ക് ഇത് ഹാഫ് 3/4. അപ്പം നെക്സ്റ്റ് ബോക്സിൽ നമ്മുടെ 3/4 ഉണ്ട് നോക്കുക. ടേക്ക് ഇത് ഹാഫ്. 6/8 ഈക്വൽ ടു 3/4. 6/8 ഈക്വൽ ടു 3/4. ദെൻ ഡ്രോ എ ലൈൻ 6/8 to 3/4. Okay, 6/8 is equal to 3/4. Take your textbook to 6/8 to draw 3/4. There is a line, match line 6/8 3/4 and next 8/3. 8/3 equal to 2 2/3. 8/3 നമ്മൾ സൈഡിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതെന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാതെ? ഇത് സ്മോൾ നമ്പറാണ്. ലാർജ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്യണ്ടൂ. ഇവിടെ ഡിനോമിനേറ്റർ ഈ സ്മോളർ നമ്പർ. Here 8/3, 8/3, 2 3s are 6, 2 balance, therefore 2 2/3, 2 2/3. Look at your textbook, there is the number 2 2/3, 2 2/3, 2 2/3, therefore 8/3 is matched to 2 2/3. Next 15/4, 15/4, 15/4 divide 15 divide by 4, 4 3s are 12, 3 balance, therefore 3 3/4. 3 3/4. Okay, look at your textbook. 3 3/4 here. 3 3/4 is here. Therefore 15/4 match to 3 3/4. Next 12/8. 12/8. 12/8 both are even numbers, so take the half. നമുക്ക് 12/8 ഡിവൈഡ് ചെയ്യേണ്ട, കാരണം ഇത്രയും വലിയ 8 വരുന്ന നമ്പേഴ്സൊന്നും നമ്മുടെ അടുത്ത കോളത്തിലില്ല. So take the half. 12/8 equal to 6/4. Then again half 3/2. 3/2 means you divide 3/2. 3 divided by 2. Then 1 1/2. 1 and a half. Look at your textbook. 1 and a half is there. Yes. 12/8 equal to 1 and a half. Match there. Okay. Then 8/5. 8/5 we divide 8/5. 8 divide by 5 we got it 8 5 1 time 3 balance 1 3/5. 1 3/5 not in your textbook. 1 3/5 not in. 1 1/5 ഇല്ല. 1 3/5 നമുക്ക് ആൻസറിൽ ഇല്ല. അപ്പോൾ സോ ടേക്ക് ദ മൾട്ടിപ്പിൾ ഡബിൾ
8 by 5. 8 by 5 is double 8, double is 16, 5 double is 10. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ചിലപ്പോൾ കണ്ടുപിടിക്കാനില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കാം, ആ ഫ്രാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഡബിൾ എടുത്ത് നോക്കുക. 8 by 5 is same as 16 by 4. Next 4 by 6, take the half. 4 by 6, 4 by 6 match to 2 by 3. Okay, 4 by 6 match to 2 by 3. Can be cut out from a 1 meter ribbon piece 4 by 3 meter long. നമുക്ക് 1 മീറ്ററിൻ്റെ അകത്ത് 4 by 3 കട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് 3 പീസിൻ്റെ അകത്ത് നമുക്ക് 4 പീസ് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അത് നമുക്കത് കണ്ടാൽ അറിയാം. 1 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 by 3 കട്ട് ചെയ്യുക. 4 by 3 പറ്റില്ല. 3 by 4 ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. ബട്ട് 4 by 3 വി കാണ്ട് കട്ട് ഔട്ട് 4 by 3 പീസ്. 3 പീസ് നമുക്ക് 4 പീസ് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് 1 മീറ്റർ ആണ്. അതുകൊണ്ട് ഹൗ ഡു വി കട്ട് ഔട്ട് എ സച്ച് പീസ് ഫ്രം 4 meter ലോങ് റിബൺ. 4 meter ലോങ് റിബൺ ആണെങ്കിൽ നമുക്ക് 4 meter ലോങ് റിബൺ ആണെങ്കിൽ അത് കുറച്ചും കൂടെ വന്നു. നമുക്ക് 4 by 3 പീസാണ്. 4 by 3 പീസ് നമുക്കതിന് എങ്ങനെ ചെയ്യാം, നമുക്കിത് മൊത്തം ഡിവൈഡ് ചെയ്തിട്ട് 3 പീസ്, അതായത് ഓരോന്നിലും നമുക്ക് 1 മീറ്ററിന് 3 പീസ്, അങ്ങനെ മൊത്തം നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താ പറയുക, ഇവിടെ നിന്ന് ഇവിടം വരെ 1 പീസാണ്. 1 by 3. Okay, we divide 4 by 3. 4 by 3 means 1 by 3. 1 by 3. Therefore, here I take 4 meter. 4 meter എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇപ്പോൾ 8 centimeter ആണ് എടുത്തിട്ടുള്ളത്. 8 centimeter എടുത്തിട്ട് 2 centimeter, 4 centimeter, 6 centimeter എടുക്കുക, ഡോട്ട് ഇട്ടിട്ടുണ്ട്. ദെൻ 1 by 3 means 1 ഇത്ര വരെയുള്ളതാണ്. 1 2 3 4, ടോട്ടൽ 4 meter. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ടോട്ടൽ 4 meter. ടേക്ക് 8 centimeter. ഓക്കെ, ഹിയർ ദിസ് ഈസ് 1 meter ആൻഡ് സെക്കൻഡ് ലൈൻ ഡിവൈഡ് ഇൻ 2 3. ദെൻ അപ് ടു ദിസ് പീസ് ഈസ് 1 by 3. 1 by 3 പീസ്. ആൻഡ് നെക്സ്റ്റ് വി വാണ്ട് ടു ടേക്ക് 2 meter ലോങ് റിബൺ ആൻഡ് ഡ്രോ പിക്ചർ. 2 meter ലോങ് റിബൺ. 2 meter ലോങ് റിബൺ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 4 centimeter ആണ്. 4 പറഞ്ഞപ്പോൾ 8 എടുത്തു. കുറച്ച് വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 പറഞ്ഞപ്പോൾ ഞാൻ 4 എടുത്തിട്ടാണ് വരഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ടോട്ടൽ 2 meter ഡിവൈഡ് ഇറ്റ് 2 പീസ് അല്ല, നമ്മൾ 1 മീറ്ററിനെയാണ് നമ്മൾ 3 ആയിട്ട് കട്ട് ചെയ്യുന്നത്. സോ 1 by 3. 1 by 3 മീൻസ് ദിസ് പീസ് 1 ആൻഡ് 1 by 3 പീസ്. ഓക്കെ, look at your textbook. There is a question. Here we want to write the fraction. ഇവിടെ നമ്മൾ നോക്കിയാൽ വലിയൊരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ഒരേപോലെയുള്ള പീസ്. ഇത് 1 2 3 4 പീസിൽ 1 പീസാണ്. ഇത് ഒരേപോലെയുള്ളത് മാത്രം നോക്കുക. അപ്പോൾ ഇതേപോലെ ഈ കളറിൽ വരുന്നത് 1 2, ഇത് മറ്റേതൊന്നും നോക്കണ്ട, ഈ പീസിൻ്റെ സ്റ്റൈൽ മാത്രം ഓർമ്മിക്കുക. 1 2 3 4. ദർഫോർ 1 പാർട്ട് കളേർഡ് 1 by 4. ഇനി ഈ റോസ് കളേർഡ് പാർട്ട് നമ്മൾ ഈ സ്ക്വയറിനെ തന്നെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8. Therefore here colored 1 by 8 part. അതായത് ഈ ബ്ലൂ കളറിൻ്റെ ഹാഫ് മാത്രമേ ഉള്ളൂ അല്ലേ, അത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ ഭാഗത്തിന് എന്ത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളർ മാത്രം ഓർമ്മിക്കുക 1 2 3 4. അപ്പോൾ മറ്റുള്ള പാർട്ട് നിങ്ങൾ ഓർമ്മിക്കുക ഇതേപോലെ ഡിവൈഡ് ചെയ്തതാണ്. ആദ്യം ഒരു സ്ക്വയർ ചെയ്തിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്തു 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4. 1 2 3 4 പീസ്. Okay, 1 2 3 4. This one part colored 1 by 4. And next this square cut in 2 halves. ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടത്. ഓക്കെ, therefore 1 2 3 4 5 6 7 8. 1 by 8 part is colored. And next green color. Green color means 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, 1 by 16 ഈസ് കളേർഡ് ഗ്രീൻ കളർ. ഇത് നമുക്ക് ഇതേപോലെ നിങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ സ്ക്വയർ വരഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഹിയർ ഫസ്റ്റ് ഡ്രോ എ സ്ക്വയർ, ദെൻ ഡിവൈഡ് 4 പീസ്. ദിസ് പീസ് കളേർഡ്, ദിസ് പീസ് വയലറ്റ് കളർ പോർഷൻ ഈസ് ഹിയർ. ദർഫോർ 1 2 3 4 പീസ്. 1 2 3 4 പീസ്. Okay, one part colored. Then rose colored, this square divided again to 2 halves. എല്ലാം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരേപോലെ തന്നെ ഡിവൈഡ് ചെയ്യണം. സോ 1 2 3 4 5 6 7 8.
total 8 part. Therefore 1 by 8 portion is colored rose color. Then green color, this square divided in this way. അത് ഇതേപോലെ എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. അത് നമ്മുടെ പിക്ചർ നിങ്ങൾ അസ്യൂം ചെയ്യേ വേണ്ടു, മൈൻഡിൽ സങ്കല്പിക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ചെയ്തതിൽ ഈ ഭാഗമാണ് ഗ്രീൻ കളർ. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. So 1 by 16 is colored green color. Then black color. Black color means what? നമുക്കറിയാം, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻ്റെ ഹാഫാണ് കളർ ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് ഇതുപോലെയുള്ള ഭാഗമാണത്. നമ്മുടെ ഈ റോസ് കളർ വന്നിട്ടില്ലേ, അത്രയും സ്പേസ് ആണ്. അതായത് സ്ക്വയറിൻ്റെ ഹാഫ്, ഈ സ്ക്വയറിൻ്റെ ഹാഫ് പോർഷനാണ് കളർ. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ല, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ നമ്മൾ നേരെ ഹാഫാക്കി കഴിഞ്ഞാൽ ഇത്രയും പോർഷനാണ് കളർ വന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള ഭാഗമാണ് കളർ വന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ പകുതി ഭാഗം, ഈ സ്ക്വയറിൻ്റെ പകുതി ഭാഗം. സോ വി ക്യാൻ റൈറ്റ് വാട്ട് 1 by 8 ആൻഡ് ദിസ് പാർട്ട് 1 by 8. ഇത് ഓർമ്മിക്കാം, നമുക്ക് ഇതേപോലെയുള്ള ഭാഗങ്ങളാണെന്ന് ഒന്ന് ഓർമ്മിക്കുക. ഹാഫ് പോർഷൻ ആണെന്ന് ഓർമ്മിച്ചാൽ മതി, ഹാഫ് പോർഷൻ ആണെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. അതായത് ഈ സ്ക്വയറിൻ്റെ ഹാഫാണ് ഉള്ളത് അല്ലേ. ഇതും കൂടെ ഫുൾ ആഡ് ചെയ്താലാണ് അപ്പോൾ 1 by 8. ഓക്കെ, ദെൻ ഈ ഭാഗം, അതായത് സ്ക്വയറിന് വീണ്ടും 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ 1 2 3 4 5 6 7 8 9 10 11 12. സോ 1 by 12. ദെൻ ദിസ് ടൈപ്പ് ഓഫ് ബോക്സ്, ഈ ബോക്സ് നമ്മൾ ഇതുപോലെ തന്നെയാണ്, ഗ്രീൻ കളറിൻ്റെ സെയിം തന്നെയാണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. സോ 1 by 16, സെയിം ആസ് അവർ ഗ്രീൻ കളർഡ് പോർഷൻ. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇതേപോലെ മൈൻഡിൽ യു അസ്യൂം ദാറ്റ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഫ്രാക്ഷൻസ്. ഫസ്റ്റ് ദർ ഇസ് എ സ്ക്വയർ ഡിവൈഡ് ഇൻ ടു 4 part, 1 part colored. This is 1 by 4. Then again cut the square in 2 halves. Then 1 2 3 4 5 6 7 8. Therefore 1 by 8 is colored. Then again അതിന് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 16 1 by 16. ദെൻ ബ്ലാക്ക് കളേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഹാഫായിട്ടാണ് വരിക. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. അതായത് ഒരു സ്ക്വയറിൻ്റെ നമ്മൾ പറയുന്നത് ഇത് ടോട്ടൽ 4 part 1 2 3 4, അതിൻ്റെ ഹാഫാണ് ഇത് വരിക. സോ 1 by 8. സെയിം ആസ് അവർ റോസ് കളേർഡ് പോർഷൻ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഏരിയ, അതായത് ഈ ബോക്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ഉള്ളത്, ഈ ഒരു സിംഗിൾ ബോക്സ് എടുത്താൽ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുക, മനസ്സിൽ സങ്കല്പിക്കുക, ബ്ലാക്ക് കളർ പോർഷൻ ഈസ് ഹാഫ് ഓഫ് ദിസ് പാർട്ട്. ഓക്കെ, therefore 1 by 8. Then this part square, this piece 1 square divided into 3. 1 2 3 4 5 6 7 8 9 10 11 12. ഇതേപോലെ എല്ലായിടയ്ക്കും വരുമല്ലോ, 3 ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, therefore 1 by 12. Okay, assume that this is a square. Then this piece divided into 1 2 3. Here also 1 2 3. Here also 1 2 3. Here also 1 2 3. 1 2 3 4 5 6 7 8 9 10 11 12. Total 12 piece. Okay, total 12 piece. 1 part is colored. Then last one 1 by 16. 1 by 16 is same as green color portion. Okay.